ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ 1ാമത്തെ പാഠഭാഗവും അതിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. തായ്മൊഴി പീലികൾ എന്നുള്ള പാഠഭാഗമാണ്. സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതിനോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. അപ്പം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നമ്മുടെ പെറ്റമ്മ പോലെ തന്നെയാണ്. നമ്മൾ എന്തൊരു കാര്യം ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അറിവുകൾ കരസ്ഥമാക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ ഭാഷയിലേക്കാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്, അല്ലേ? ഏതൊരു കാര്യത്തെയും നമ്മുടെ ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഭാഷയെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രതത്തിൽ നിന്നു താൻ കേൾക്ക വേണം. എൻ്റെ ഭാഷ വെള്ളത്തോൾ എഴുതിയ കുറച്ച് വരികളാണ്. അപ്പോൾ ഏതൊരു ഭാഷ പഠിക്കണമെങ്കിൽ, ഏത് ശാസ്ത്രമായിക്കോട്ടെ, വേദമായിക്കോട്ടെ, കാവ്യമായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഭാഷയിൽ തന്നെ കേൾക്കണം. ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത്. അതാണ് താഴെ തന്നിട്ടുള്ളത്. മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം. സാധുത്വം പദങ്ങൾക്കു സതതം സംഭവിക്കണം. ബോധിപ്പതിനുള്ള കുശലത്വം അതും വേണം. ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. പഞ്ചേന്ദ്ര പാഖ്യാനം പറയന്തുള്ളിലെ കുറച്ച് ഭാഗമാണ് കുഞ്ചൻ നമ്പ്യാരുടെ. ഇതിലും നമ്മുടെ ഭാഷയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? മധുരമുള്ള ഗുണമുള്ള ഒരു വ്യക്തി വേണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അതിനനുസരിച്ചുള്ള ഭാഷയും അതിന് ബഹുമാനം കൊടുക്കുന്ന ബോധവും ഒക്കെ നമുക്കുള്ളിൽ വേണം. ഇനി അടുത്തതായിട്ട് കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവം ഓർത്തെടുക്കുന്ന ഒരു കവിതാഭാഗമാണ് അക്ഷരങ്ങൾ എന്നുള്ളത്. പാല നാരായണൻ നായരുടേതാണ്. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ. ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്കു വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും. അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽ തുമ്പും കക്ഷത്തിലിടുക്കിയ തടുക്കും വറോലയും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് മലയാളത്തിൻ്റെ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ചുള്ള കവിതാഭാഗമാണ്. പഞ്ചവർണ്ണക്കിളി ഒളപ്പമണ്ണയുടേതാണ്. കവിതേ, പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി. കൊമ്പതത്രേ വന്നിരുന്നതു കിളി. കാരുണ്യമൃതഗംഗ ചോരുന്ന കണ്ടത്തോടെ അക്കഴുത്തിലെ നാനാവർണ്ണവും നറുനീരിനുള്ളിൽ കുളിരൊളിയും ചേർന്നിന്നുമീ മലയാളം മധുരിക്കുന്നു. പച്ചക്കിളി നീൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയുമുൾത്തേനുമീ മലയാളം എന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായൊരു ഭാഷയാണെന്നും മലയാളം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചവർണ്ണ കിളിയെ പോലെ വന്നിരുന്ന ഒന്നാണെന്നൊക്കെയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗങ്ങൾ നോക്കാം, അല്ലേ? പ്രവർത്തനങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളിൽ പറയുന്നത് എന്നുള്ളത്. 1ാമത്തെ പ്രവർത്തനം കിളിയും കിളിപ്പാട്ടും എന്നുള്ളതാണ്. കിളിയെ കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത്. ശാരിക പൈതലെ ചാരുശീലേ വരി കാരോമലെ കഥാശേഷവും ചൊല്ലു നീ അത്യാത്മ രാമായണ കിളിപ്പാട്ടിലേതാണ്. ഓരോരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും മരോമൽ കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദമ്മേ ഭാരത കിളിപ്പാട്ടിലേതാണ്. എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എഴുത്തച്ഛൻ്റെ എഴുത്തുശൈലി വളരെ വേറിട്ട ഒന്ന് തന്നെയാണ്. കിളി കഥ പറയുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ കഥ പറയാറുള്ളത്. ഈ ഒരു ശൈലിയിൽ തന്നെയാണ് ഒളപ്പമണ്ണയുടെ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയും. മലയാള ഭാഷയെ പച്ചക്കിളിയായി കാണിക്കുകയും ആ കിളിയുടെ ശബ്ദം മലയാളത്തെ മാധുരമാക്കുന്നതായിട്ടും അദ്ദേഹം അതിലൂടെ ചിത്രീകരിക്കുന്നു. മലയാളത്തിൻ്റെ സംഗീത സ്വഭാവവും സൗന്ദര്യവും ഈ കവിതയിൽ വരച്ചു കാണിക്കുന്നു. മലയാള ഭാഷയുടെ മനോഹാരിതയും ചടുലതയും പച്ചക്കിളിയുടെ ഓരോ വാക്കുകളിലൂടെയും വരിയിലൂടെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വിശകലന കുറിപ്പ് നിങ്ങൾ എഴുതേണ്ടത്.
ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. എൻ്റെ മലയാളം എന്നുള്ളതാണ്. കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ. അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ, മഹത്വം, പ്രാധാന്യം എന്നിവ കണ്ടെത്തി ചർച്ച ചെയ്യുക. എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള കവിതാഭാഗങ്ങളൊക്കെ ഈ ഒരു പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിൻ്റെ അഴകും കരുത്തുമാണ്. ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത്. ഇവയിൽ ചിലതില്ലാതാകുമ്പോഴോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗം നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഉപന്യാസം തയ്യാറാക്കി നോക്കാം. നമുക്കിതിന് ഹെഡിങ് ആയിട്ട് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് തന്നെ കൊടുക്കാം. ആശയവിനിമയം നടത്താനുള്ള മാധ്യമമാണ് ഭാഷ. ഭാഷ മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്ന ഒരു സവിശേഷമായ പ്രക്രിയയാണ്. മലയാളിയുടെ മാതൃഭാഷ മലയാളമാണ്. മാതൃഭാഷ എന്നത് ജനിതകമായി പാരമ്പര്യമായി ആ വ്യക്തിയിലേക്ക് കൈമാറപ്പെടുന്ന ഭാഷയാണ്. മാതൃഭാഷ എന്നത് അമ്മയെ പോലെയാണ്. മനുഷ്യനെ സ്വന്തം ഭാഷയാണ് പെറ്റമ്മ. മറ്റുള്ള ഭാഷകൾ കേവലം തൊഴിൽ മാത്രമാണ്. അവനവനെ അവരുടെ സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം പറഞ്ഞറിയിക്കാൻ മാതൃഭാഷയിലൂടെ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. മാതൃഭാഷയെ വെറുക്കുന്ന ഇക്കാലത്ത് മലയാളം എന്ന കേരളീയരുടെ മാതൃഭാഷ നാട്ടും പുറത്തുകാർ സംസാരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. മലയാളം എന്ന ഭാഷ പച്ചക്കിളിയുടെ സംഗീതം പോലെ ആഹ്ലാദം നൽകുന്നു. വേദമോ ശാസ്ത്രമോ എന്തുമായിക്കൊള്ളട്ടെ അത് മനസ്സിൽ പതിയാൻ മാതൃഭാഷയിൽ ആയിരിക്കണമെന്നാണ് എൻ്റെ ഭാഷ എന്നതിലൂടെ വെള്ളത്തോൾ പറയുന്നത്. ഭാഷ ഉപയോഗിക്കുമ്പോൾ മധുരവും ശരിയായ ഉച്ചാരണമോ വേണമെന്ന് അതിലൂടെ ബോധവും ബഹുമാനവും എന്നിവ ഉണ്ടാക്കണമെന്നും കുഞ്ചൻ നമ്പ്യാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാലാ നാരായണൻ നായർ കുട്ടിക്കാലത്തെ സ്കൂളിൽ പഠിപ്പിച്ച അക്ഷരങ്ങളുടെ അനുഭവങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു. ബാല്യസ്മൃതികളും എഴുത്തിനോടുള്ള ആദരവുമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മലയാള ഭാഷ ഓരോ മലയാളിയുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതും അഭിമാനമുള്ളതുമാണ്. അതിനെ എന്നും നെഞ്ചിലേറ്റി ആദരിച്ചു നടക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഉപന്യാസം മലയാള ഭാഷയെക്കുറിച്ച് എഴുതാം. ഇനി ഉപന്യാസമോ ആശയം എഴുതാനോ മലയാള ഭാഷയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.